ഹായ്. ഈ വണ്ടാന ഹോസ്പിറ്റലിലെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, നടന്നൊരു ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രികയും വെച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഇതിൻ്റെ വേദനയും സഹിച്ചും ഇതൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഇതിനു മുന്നേ ഒരു സ്ത്രീ വേറൊരു വേറൊരു മെഡിക്കൽ കോളേജിൽ ഇതുപോലൊരു കത്രിക വയറ്റിൽ ഇതുപോലെ ഒരു നിയമ നടപടികൾക്കൊക്കെ ആയിട്ട് പുള്ളിക്കാരി പോകുന്നുണ്ടായിരുന്നു. ഇപ്പം വളരെ തുടരെ ഒരു ഇതായിട്ട് ഇങ്ങനെ കേൾക്കുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തുടർന്ന് പെയിൻ ആ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരൊരു എക്സ്റേ എടുത്ത് നോക്കണം. കാരണം എക്സ്റേ എടുത്ത് നോക്കി ഇതുപോലെ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ, പിഴ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഈ പെയിൻ തുടർന്നുണ്ടാകുമ്പോഴത്തേക്ക് പെയിൻ കില്ലർ മാത്രം ഒതുക്കി അവരങ്ങ് മാറുകയാണ്. പക്ഷേ ഇതുപോലുള്ള ശസ്ത്രക്രിയ ചെയ്തവരെല്ലാവരും, പെയിനുള്ളവരും ഇല്ലാത്തവരും ആയിക്കോട്ടെ, അവർ ഇതുപോലെ ശസ്ത്രക്രിയകളൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരു എക്സ്റേ എടുത്ത് നോക്കണം. കാരണം അത് പിന്നീട് അറിയാൻ വൈകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അതുവരെയും ഇതും ക്യാരി ചെയ്ത് നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊരു അവെയർനെസ്സായിട്ട് എല്ലാവരും എടുക്കണം. കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിൽ നടന്നതുകൊണ്ട് ഇതൊരു ബോധപൂർവം നമ്മൾ മനസ്സിലാക്കി അതിനെ എക്സ്റേ ഒക്കെ എടുത്ത് നമ്മുടെ ശരീരം നോക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.